ഇത്രയും കാലം ഒരു രജിസ്ട്രേഷൻ ആവശ്യമില്ലാതിരുന്ന സോഷ്യൽ മീഡിയയിലെ ഉപയോക്താക്കൾക്ക് ഇനിയും രജിസ്ട്രേഷൻ മസ്റ്റായി മാറിയിരിക്കുന്നു. നമ്മൾ ആകെ ഇത് കാണുന്നു, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ വരെ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമമാണിത്. ആ വയലേഷന് 10 ലക്ഷം രൂപയും 2 വർഷം തടവും. രണ്ടാമത് വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ 50 ലക്ഷം രൂപയും 2 മുതൽ 5 വർഷം വരെ തടവും. നമസ്തേ. നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് സോഷ്യൽ മീഡിയ ഇന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. എല്ലാവരും സോഷ്യൽ മീഡിയ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേക ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പുതിയതായി ഒരു ബില്ല് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ. ആ ബില്ലിനകത്തെ വ്യവസ്ഥകൾ അത് നിയമമായാൽ, അത് നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊരു ചാനലാണ് തുടങ്ങുന്നത്, വാട്സപ്പിലൂടെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ട്വിറ്ററിലൂടെയാണ്, എക്സിലൂടെയാണ്. ഇങ്ങനെയുള്ള ഏത് മാധ്യമമാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു ഡിസ്കഷൻ, അതുപോലെയുള്ള ചാനലുകൾ ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രിങ് അതോറിറ്റി അടുക്കൽ രജിസ്റ്റർ ചെയ്യണം. ഇത്രയും കാലം അത് ആവശ്യമില്ലായിരുന്നു. ആർക്കും ഒരു ചാനൽ തുടങ്ങാം, ആർക്കും ഒരു ഫേസ്ബുക്കിനകത്ത് കാര്യങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ, അഭിപ്രായം പറയുന്നുവെങ്കിൽ രജിസ്ട്രിങ് അതോറിറ്റി അടുക്കൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രിങ് അതോറിറ്റി ആരാണെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കും. അതിൻ്റെ ഫീസ് എന്താണെന്നുള്ളത് അവർ പ്രഖ്യാപിക്കും. അതുമാത്രമല്ല, ഇതിനകത്ത് പ്രോഗ്രാം കോഡ് എങ്ങനെയാണ്, ഓരോ പ്രോഗ്രാം കോഡും എന്തൊക്കെ വ്യവസ്ഥകളാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച്, എന്താണ് ഗൈഡ് ലൈൻസ് എന്നുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കും. അത് പാലിക്കാൻ എല്ലാവരും നിർബന്ധിതരാണ്. ഒരു എവാലുവേഷൻ കമ്മിറ്റി ഉണ്ട്. ആ എവാലുവേഷൻ കമ്മിറ്റിയുടെ ഘടന എന്തായിരിക്കും എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം പറയുന്നുവെങ്കിൽ, ഒരു അഭിപ്രായം പറയുന്നുവെങ്കിൽ, ഒരു കമൻ്റ് ഇടുന്നുവെങ്കിൽ മുൻകൂട്ടി ഈ ഇവാലുവേഷൻ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ പോകണം. അവർ അപ്രൂവ് ചെയ്യണം. അവർ അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയൂ. ഒരു ബ്ലോഗർക്ക് ഇപ്പോൾ ഒരു ടൂറിസം പ്ലേസിൽ പോകുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അവർ അതിടുമ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയുണ്ട്, ഇന്ന സെക്യൂരിറ്റി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്ലെൻലിനെസ് പാലിച്ചിട്ടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് മുൻകൂട്ടി ഈ ഇവാലുവേഷൻ കമ്മിറ്റി പരിശോധിച്ച് അത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ, ആ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ ആ ബ്ലോഗർക്ക് അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാലം ഒരു രജിസ്ട്രേഷൻ ആവശ്യമില്ലാതിരുന്ന സോഷ്യൽ മീഡിയയിലെ ഉപയോക്താക്കൾക്ക് ഇനിയും രജിസ്ട്രേഷൻ മസ്റ്റായി മാറിയിരിക്കുന്നു. ഇത് ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും തന്നെയില്ല. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന ഒരു നിയമം ഇവർ ചൈനയിലോ ഇറാനിലോ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യത്തും സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന ഒരു നിയമവും ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ബില്ല് ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ എല്ലാവരെയും പൂർണ്ണമായും ബാധിക്കുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടി ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടന്റ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എല്ലാ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്ന് പരിശോധിച്ചു, ആരാണ് സർട്ടിഫൈ ചെയ്തത്, ഏത് കമ്മിറ്റിയാണ്, അത് പ്രസിദ്ധീകരിക്കണം. ഇനിയും ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഗൈഡ് ലൈൻസ് ലംഘിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആദ്യത്തെ ഒരു വയലേഷനാണ് എങ്കിൽ ആ വയലേഷന് 10 ലക്ഷം രൂപയും 2 വർഷം തടവും. രണ്ടാമത് വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ 50 ലക്ഷം രൂപയും 2 മുതൽ 5 വർഷം വരെ തടവും.
അതായത് വളരെ ഗുരുതരമായ കുറ്റമായി ഈ ഗൈഡ് ലൈൻസ് പാലിച്ചില്ലെങ്കിൽ അതിനെ ഒരു വലിയ ഗുരുതരമായ കുറ്റമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പവർ ഓഫ് ഇൻസ്പെക്ഷനാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഓർ ഏജൻസി സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ് ഓർ ഓതറൈസ്ഡ് ഓഫീസർ ഷാൽ ഹാവ് ദി റൈറ്റ് ടു ഇൻസ്പെക്ട് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്സ് ആൻഡ് സർവീസസ്. അവർക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. No prior permission or intimation shall be required to exercise the right of the central government. ഒരു പെർമിഷന്റെ ആവശ്യമില്ല, ഒരു നോട്ടീസും കൊടുക്കേണ്ടതില്ല. ആൻഡ് he may seize the equipment of such broadcasting network or broadcasting services. എത്ര ദുരവ്യാപകമായ ഫലമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ. നമ്മളെ ഒന്നും ബാധിക്കില്ല ഈ നിയമം എന്ന് ചില ആളുകളെങ്കിലും കരുതും. പക്ഷേ Section 12 Z, persons means an individual who is a citizen of India. അടുത്തതാണ് an association of person or body of individuals, whether incorporated or not, whose members are citizens of India. ഇപ്പോൾ ദുബൈയിലിരുന്ന് ഒരാൾ ഈ ഇങ്ങനെ ചില കാര്യങ്ങൾ എഴുതുന്നു. അതിൻ്റെ മെമ്പേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഇന്ത്യക്കാരാണെങ്കിൽ അവരെ പിടിക്കും. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ആകെ ഇത് കാണുന്നു, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ വരെ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമമാണിത് എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമല്ലേ. അതായത് സോഷ്യൽ മീഡിയയ്ക്ക് കുരുക്കുമുറുകയാണ്, വഞ്ചകരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും മുഖ്യധാരാ പത്രമാധ്യമങ്ങളാണെങ്കിലും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഉന്നതരായിട്ടുള്ള പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ അവരുടെ ഈ മാധ്യമ സ്ഥാപനത്തിൽ നിൽക്കാൻ കഴിയാതെ അവർ പുറത്തു കടന്നു. ലോണ്ട്രി, വയർ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചു. വമ്പിച്ച ജനസ്വാധീനമാണ് അതുണ്ടാക്കിയത്. ധ്രുവ് റാറ്റി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ ജർമ്മനിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചെയ്തികളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിച്ചു. ഇതൊക്കെ ജനങ്ങളെ കാര്യമായി സ്വാധീനിച്ചു എന്നത് ബോധ്യമുള്ളതുകൊണ്ട് ഈ നിയമം പുതിയതായി ദ്രുതഗതിയിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു പരിശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടന നമുക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഇത് വലിയ വലിയ പ്രചരണമൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇത് അവരെയല്ല ബാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ, പുതിയ ചെറുപ്പക്കാര് കൂടുതൽ വ്യാപരിക്കുന്നു എന്നത് അവരെ വ്യാകുലപ്പെടുത്തുന്നതാണ്. ദൃശ്യമാധ്യമങ്ങളെ, മുഖ്യധാരാ മാധ്യമങ്ങളെ വ്യാകുലപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ് ഈ ഒരു സ്വാധീനം. ആ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ നിയമം നടപ്പിലാക്കുന്നതിന്, പാസ്സാക്കുന്നതിനുള്ള ഒരു നടപടിയുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നൽകാൻ, ഇതിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റമുണ്ടാക്കുവാൻ കേരളത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, അത് ഏത് മേഖലയിൽ, ഇത് ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ ഈ പാചകത്തെക്കുറിച്ച് മാത്രമാണെങ്കിലും അവർക്ക് രജിസ്ട്രേഷൻ എടുക്കണം. ആ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പാലിക്കണം. മുൻകൂട്ടി ഇവാലുവേഷൻ കമ്മിറ്റിക്ക് അവരുടെ കണ്ടന്റ് കൊടുക്കണം. ഇതെല്ലാം ഒരു വലിയ നൂലാമാലയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. നമ്മളുടെ കിടപ്പറയിലെ സംസാരം പോലും ഒളിഞ്ഞു നോക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു മാരകമായ സ്വാധീന ശക്തിയുള്ള, പ്രഹരശേഷിയുള്ള ഒരു നിയമമാണ് ഇപ്പോൾ
ഉണ്ടാകാൻ പോകുന്നത്. അതിനെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.